ഇലക്ട്രിസിറ്റി രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് കളർ കോഡിംഗ് ഓഫ് റെസിസ്റ്റേഴ്സ് വരെയാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റെസിസ്റ്റേഴ്സിന്റെ സീരീസ് കണക്ഷനെ കുറിച്ചാണ്. റെസിസ്റ്റേഴ്സിനെ രണ്ട് രീതിയിൽ കണക്ട് ചെയ്യാം. ഒന്ന് സീരീസ് കണക്ഷൻ, രണ്ടാമത്തെന്ന് പറഞ്ഞാൽ പാരലൽ കണക്ഷൻ. റെസിസ്റ്റേഴ്സിനെ രണ്ട് രീതിയിൽ കണക്ട് ചെയ്യാം. ഒന്ന് സീരീസ് കണക്ഷനും പാരലൽ കണക്ഷനും മിക്സഡ് കണക്ഷനും ഒരുപാട് രീതിയിൽ കണക്ട്. സീരീസും പാരലൽ ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ടത്. അതേ വെച്ചുകൊണ്ടാണ് ബാക്കിയുള്ള സർക്യൂട്ടുകളെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്. റെസിസ്റ്റേഴ്സിന്റെ കണക്ഷൻ ആണ് ഒന്ന് സീരീസ്, രണ്ട് പാരലൽ. ആദ്യം നമുക്ക് സീരീസ് കണക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ മൂന്ന് റെസിസ്റ്റേഴ്സ് ഉണ്ട്. We are considering three resistors have a resistance R1, R2, R3. മൂന്ന് റെസിസ്റ്റേഴ്സിനെ കണക്ട് ചെയ്യും. അതിന് അക്രോസ് ആയിട്ട് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് പ്രൊവൈഡ് ചെയ്യും. പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുത്തു കഴിഞ്ഞാൽ കറണ്ട് ആ സർക്യൂട്ടിൽ കൂടെ എന്ത് ചെയ്യും, ഫ്ലോ ചെയ്യും. അപ്പൊ മൂന്ന് റെസിസ്റ്റേഴ്സിനെ എടുത്തു. മൂന്ന് റെസിസ്റ്റേഴ്സിന് അക്രോസ് ആയിട്ട് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് പ്രൊവൈഡ് ചെയ്തു. പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുത്താൽ കറണ്ട് സർക്യൂട്ടിൽ കൂടെ ഫ്ലോ ചെയ്യും. അപ്പൊ നമ്മൾ സീരീസ് കണക്ഷനിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, സീരീസ് കണക്ഷനിലാകുമ്പോൾ കറണ്ട് സെയിം ആയിരിക്കും, എന്നാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിഫറെന്റ് ആയിരിക്കും. നമുക്ക് ചെയ്യേണ്ടി വരുന്ന ഒരു ചാർജിനെ കൊണ്ടുപോകാൻ ചെയ്യേണ്ടി വരുന്ന വർക്ക് ഡൺ ഡിഫറെന്റ് ആയിരിക്കും. ഓരോ റെസിസ്റ്റേഴ്സിനും ഇടയ്ക്കുള്ള വർക്ക് ഡൺ ഡിഫറെന്റ് ആയിരിക്കും, പക്ഷേ കറണ്ട് എന്തായിരിക്കും, സെയിം ആയിരിക്കും. അപ്പൊ നമുക്ക് ഓരോ റെസിസ്റ്റൻസിനും അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്, സപ്പോസ് ഒന്നാമത്തെ റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ V1 എന്നും രണ്ടാമത്തെ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ V2 എന്നും മൂന്നാമത്തെ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ V3 എന്നും വിളിക്കാം. ഓക്കെ, അപ്പോ മൂന്ന് റെസിസ്റ്റേഴ്സ് എടുത്തു. Having resistance R1, R2, R3 are connected in series. ഒന്നിനു പുറകെ അടുത്ത് കണക്ട് ചെയ്ത സീരീസ് കണക്ഷൻ. എന്നിട്ട് അവർക്ക് അക്രോസ് ആയിട്ട് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് പ്രൊവൈഡ് ചെയ്തു. പൊട്ടൻഷ്യൽ ഡിഫറൻസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിനകത്തൂടെ ഒരു കറണ്ട് എന്ത് ചെയ്യും, ഫ്ലോ ചെയ്യും. കറണ്ട് സീരീസ് കണക്ഷനിൽ എന്തായിരിക്കും, കറണ്ട് സെയിം ആയിരിക്കും. അപ്പൊ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കാനാണ് അതിനെ വിളിക്കുന്ന പേര് ലോ ഓഫ് സീരീസ് കണക്ഷൻ. ലോ ഓഫ് സീരീസ് കണക്ഷനില് കറണ്ട് സെയിം ബട്ട് potential difference across each resistor is different. Potential difference across each resistor is different. Potential difference എന്തായിരിക്കും, different ആയിരിക്കും. Potential difference different. Current same ആണ്. ഓരോ റെസിസ്റ്ററിനും അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ നമുക്ക് ഇങ്ങനെ വിളിക്കാം. ഒന്നാമത്തെ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് V1, രണ്ടാമത്തെ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് V2, മൂന്നാമത്തെ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് V3. അപ്പം അക്കോർഡിംഗ് ടു ഓംസ് ലോ നമുക്കറിയാം V1 ഈസ് ഈക്വൽ ടു എങ്ങനെ കണ്ടുപിടിക്കാം, കറണ്ട് സെയിം ആണ്. അപ്പൊ I ഇൻടു റെസിസ്റ്റൻസ് R1. IR1 ഒന്നാമത്തെ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് V1 ഈസ് ഈക്വൽ ടു IR1. രണ്ടാമത്തെ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് V2 ഈസ് ഈക്വൽ ടു IR2. മൂന്നാമത്തെ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് V3 ഈസ് ഈക്വൽ ടു IR2. പക്ഷേ ഒരു കാര്യമുണ്ട്, ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മൾ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. അപ്പോൾ ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V ഈസ് ഈക്വൽ ടു V1 പ്ലസ് V2 പ്ലസ് V3. V1 പ്ലസ് V2 പ്ലസ് V3 എന്നത് അക്കോർഡിംഗ് ടു ഓംസ് ലോ നമുക്കറിയാം V ഈസ് ഈക്വൽ ടു എന്താണ്, IR, where V is the total potential difference, I is the current and R is the total resistance. R is the total resistance. അങ്ങനെയാണെങ്കിൽ V ക്ക് പകരം എന്ത് കൊടുക്കാം, IR is equal to IR1 plus IR2 plus IR3. I common എടുക്കാം, ക്യാൻസൽ ചെയ്യാം. R I common എന്നിട്ട് ക്യാൻസൽ ചെയ്തത്
Therefore R is equal to R1 plus R2 plus R3. Total resistance is the sum of the resistance, individual resistors. ഒരു സീരീസ് കണക്ഷനിലെ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് സം ഓഫ് ദ ഇൻഡിവിജ്വൽ റെസിസ്റ്റേഴ്സ് ആണ്. സീരീസ് കണക്ഷനില് എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണാൻ തന്നിരിക്കുന്ന റെസിസ്റ്റൻസിന്റെ വാല്യൂ എല്ലാം എന്ത് ചെയ്ത് എഴുതിയാൽ മതി, കൂട്ടി എഴുതിയാൽ മതി. R is equal to R1 plus R2 plus R3. So the effective resistance R is equal to sum of the individual resistors. Okay. അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് ശ്രദ്ധിക്കുക. ഞാൻ രണ്ട് റെസിസ്റ്റേഴ്സിനെ എടുത്തു, R1 R2. R1ന്റെ വില 6ഉം R2ന്റെ വില 6ഉം ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് R is equal to R1 plus R2 is equal to small r plus small r is equal to 2r. ഞാൻ എടുത്ത മൂന്ന് റെസിസ്റ്റേഴ്സിനെ എടുത്തു, R1 R2 R3. R1ന്റെ വില സ്മോൾ r, R2ന്റെ വില സ്മോൾ r, R3യുടെ വില സ്മോൾ r. അങ്ങനെയാണെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് R is equal to R1 plus R2 plus R3. അതായത് R plus R is equal to 3r. 4 എണ്ണം എടുത്തിരുന്നെങ്കിൽ 4r, 5 എണ്ണം എടുത്തിരുന്നെങ്കിൽ 5r അല്ലേ, 8 എണ്ണം എടുത്തിരുന്നെങ്കിൽ 8r. അങ്ങനെയാണെങ്കിൽ n എണ്ണം എടുത്താൽ n. അപ്പോൾ n resistors each have resistance small r. n resistors each have resistance small r ആണെങ്കിൽ effective resistance is equal to nr. Effective resistance is equal to nr. If a number of resistors have equal resistance, then the effective resistance is equal to nr. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് റെസിസ്റ്റേഴ്സിന്റെ പാരലൽ കണക്ഷൻ ആണ്. പാരലൽ കണക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു റെസിസ്റ്ററിന് മുകളിൽ അടുത്തത്, അതിന് മുകളിൽ അടുത്തത്, ഇങ്ങനെ കണക്ട് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് പാരലൽ കണക്ഷൻ. അപ്പൊ ഞാൻ മൂന്ന് റെസിസ്റ്റേഴ്സ് എടുത്തു, R1 R2 R3. മൂന്ന് റെസിസ്റ്റൻസ് അക്രോസ് ആയിട്ട് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് പ്രൊവൈഡ് ചെയ്തു V. പൊട്ടൻഷ്യൽ ഡിഫറൻസ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സർക്യൂട്ടിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യും. കറണ്ട് ഇതാ ഇവിടെ എത്തുമ്പോൾ കറണ്ടിന് എത്ര വഴിയുണ്ട്, 3 വഴിയുണ്ട്. അപ്പൊ കറണ്ട് ഡിവൈഡ് ചെയ്യും. ഒന്നാമത്തെ റെസിസ്റ്ററിൽ കൂടെ പോണ കറണ്ടിനെ I1 എന്നും, രണ്ടാമത്തെ റെസിസ്റ്ററിൽ കൂടെ പോണ കറണ്ടിനെ I2 എന്നും, മൂന്നാമത്തെ റെസിസ്റ്ററിൽ കൂടെ പോണ കറണ്ടിനെ I3 എന്നും വിളിക്കുന്നു. അപ്പൊ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, according law of parallel connection വെച്ച് കറണ്ട് ഡിഫറന്റ് ആണ്. ശ്രദ്ധിക്കണം, പാരലൽ കണക്ഷനില് കറണ്ട് ഡിഫറന്റ് ആയിരിക്കും, പക്ഷേ പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്തായിരിക്കും, സെയിം ആയിരിക്കും. അപ്പൊ ഏത് കണക്ഷൻ ആണ്, ലോ ഓഫ് പാരലൽ കണക്ഷൻ വെച്ചുകൊണ്ട് കറണ്ട് ഡിഫറന്റ് ആണ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആണ്. എല്ലാത്തിലും ചെയ്യേണ്ടി വരുന്ന വർക്ക് ഡൺ സെയിം ആണ്, പക്ഷേ കറണ്ട് എന്താണ്, ഡിഫറന്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നാമത്തെ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള കറണ്ട് കണ്ടുപിടിക്കാം. I1 ഒന്നാമത്തെ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള കറണ്ട് അക്കോർഡിംഗ് ടു ഓംസ് ലോ V is equal to IR ആണ്. അതിന് I is equal to V by R ആണ്. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള കറണ്ട് I1 is equal to V by R1. I1 is equal to V by R1. I2 is equal to V by R2. I3 similarly I3 is equal to V by R3. നമ്മൾ മൂന്ന് റെസിസ്റ്റേഴ്സിനെ എടുത്തു, പാരലൽ ആയിട്ട് കണക്ട് ചെയ്തു. എന്നിട്ട് അവർക്ക് അക്രോസ് ആയിട്ട് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുത്തു. പൊട്ടൻഷ്യൽ ഡിഫറൻസ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കറണ്ട് ഫ്ലോ ചെയ്യും.
ഓക്കെ, ഇത് പാരലൽ കണക്ഷൻ ആണ്. പാരലൽ കണക്ഷന്റെ പ്രത്യേകത, നമ്മൾ കൊടുക്കുന്ന കറണ്ട് ഓരോ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് ഡിവൈഡ് ചെയ്താണ് പോണത്. ഒന്നാമത്തെ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും, രണ്ടാമത്തെ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും, മൂന്നാമത്തെ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. പക്ഷേ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എല്ലാവർക്കും കിട്ടുന്നത് സെയിം ആയിരിക്കും. ഒന്നാമത്തെ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് പോണ കറണ്ടിനെ I1 എന്നും, രണ്ടാമത്തെ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള കറണ്ടിനെ I2 എന്നും, മൂന്നാമത്തെ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള കറണ്ടിനെ I3 എന്നും വിളിക്കുകയാണെങ്കിൽ I1 is equal to V by R1 എന്നും, I2 is equal to V by R2 എന്നും, I3 is equal to V by R3 എന്നും നമുക്ക് എഴുതാം. പക്ഷേ ടോട്ടൽ കറണ്ട് I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന കറണ്ടുകളുടെ സമ്മാനിക്കുക I1 പ്ലസ് I2 പ്ലസ് I3. ഓക്കെ, അപ്പൊ Iക്ക് പകരം നമുക്ക് V by R എന്ന് കൊടുക്കാം, where R is the effective resistance, V is the potential difference. V by R, V by R1 plus V by R2 plus V by R3. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എല്ലാം സെയിം ആണ് അല്ലേ? പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആയതുകൊണ്ട് കോമൺ എടുത്ത് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. അപ്പോൾ V divided by R is equal to V into 1 by R1 plus 1 by R2 plus 1 by R3 എന്ന് എഴുതാം. വിയും വിയും കൂടെ എന്ത് ചെയ്ത് എഴുതാം? ക്യാൻസൽ ചെയ്യാം. വിയും വിയും കൂടെ ക്യാൻസൽ ചെയ്ത് എഴുതുമ്പോൾ 1 by R is equal to 1 by R1 plus 1 by R2 plus 1 by R3. അതായത് effective resistance is the reciprocal of effective resistance is equal to sum of the reciprocal of individual resistors. Sum of the reciprocal of individual resistors. If a number of resistors are connected in parallel, effective resistance, the reciprocal of effective resistance is equal to sum of the reciprocal of individual resistors. Okay, ഇനി നമുക്ക് ഒരു കാര്യം ശ്രദ്ധിക്കാം. ഞാൻ രണ്ട് റെസിസ്റ്റേഴ്സിനെ എടുത്തു, അവരെ പാരലൽ ആയിട്ട് കണക്ട് ചെയ്തു. ഒന്നാമത്തെ റെസിസ്റ്റൻസ് R1, രണ്ടാമത്തെ റെസിസ്റ്റൻസ് R2. ഒന്നാമത്തെ റെസിസ്റ്റൻസിനെ സ്മോൾ r ആണെന്നും രണ്ടാമത്തെ റെസിസ്റ്റൻസിനെ സ്മോൾ r ആണെന്ന് വിളിച്ചു. അങ്ങനെയാണെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇൻ പാരലൽ കണക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കും? 1 by R is equal to 1 by R1 plus 1 by R2. 1 by R is equal to 1 by small r plus 1 by small r. Denominator same ആണ്, മുകളിൽ കൂട്ടി എഴുതിയാൽ മതി. അപ്പോൾ 1 plus 1 by r, അതായത് രണ്ടും 2 by r. ഇനി നമുക്ക് r ആണ് കണ്ടുപിടിക്കുക. എഫക്റ്റീവ് റെസിസ്റ്റൻസ് R is equal to R by 2. മൂന്ന് പേരുണ്ടായിരുന്നു വിചാരിച്ചേ. R1, R2, R3. R1 is equal to small r, R2 is equal to small r, R3 is equal to small r. 1 by R is equal to R1 plus 1 by R2 plus 1 by R3. 1 by R is equal to 1 by small r plus 1 by small r plus 1 by small r. അതായത് R is equal to R by 3. Effective resistance capital R is equal to R by 3 എന്ന് കിട്ടും. ഓക്കെ, അതായത് നമ്മളിപ്പോൾ n റെസിസ്റ്റേഴ്സിനെയാണ് എങ്ങനെ കണക്ട് ചെയ്തിരുന്നതെങ്കിൽ, പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിരുന്നെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R is equal to R by n എന്ന് കിട്ടിയത്. If n resistors each have value small r connected in parallel, effective resistance capital R is equal to R by n എന്ന് കിട്ടും. R by n. Okay.
അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്രിച്ചോഫ്സ് ലോ ആണ്. ക്രിച്ചോഫ്സിന്റെ രണ്ട് ലോസ് നമുക്ക് പഠിക്കാനുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഫസ്റ്റ് ലോയും രണ്ടാമത്തത് സെക്കൻഡ് ലോ. ക്രിച്ചോഫ്സിന്റെ ഫസ്റ്റ് ലോയെ വിളിക്കുന്ന പേര് ജംഗ്ഷൻ റൂൾ, അല്ലെങ്കിൽ വിളിക്കുന്ന വേറൊരു പേരാണ് കറണ്ട് ലോ. ക്രിച്ചോഫ്സിന്റെ സെക്കൻഡ് ലോയെ വിളിക്കുന്ന പേരാണ് മെഷ് റൂൾ, അല്ലെങ്കിൽ വിളിക്കുന്ന വേറൊരു പേരാണ് വോൾട്ടേജ് ലോ. ക്രിച്ചോഫ്സിന്റെ രണ്ട് ലോസ് ഉണ്ട്. ഒന്നാമത്തെ ലോയെ വിളിക്കുന്ന പേര് ജംഗ്ഷൻ റൂള് അല്ലെങ്കിൽ കറണ്ട് ലോ. രണ്ടാമത്തെ ലോയെ വിളിക്കുന്ന പേര് മെഷ് റൂൾ അല്ലെങ്കിൽ വോൾട്ടേജ് ലോ. ഫസ്റ്റ് ലോ ആൻഡ് ക്രിച്ചോഫ്സിന്റെ സെക്കൻഡ് ലോ, രണ്ട് ലോസ്. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്രിച്ചോഫ്സിന്റെ ഫസ്റ്റ് ലോ ആണ്. ക്രിച്ചോഫ്സ് ഫസ്റ്റ് ലോ. ക്രിച്ചോഫ്സിന്റെ ഫസ്റ്റ് ലോ പറയുന്നത് ഇതാണ്: ഒരു ജംഗ്ഷനിലെ ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് 0 ആയിരിക്കും. Algebraic sum of the current meeting at any junction is equal to 0. ഇതാണ് ക്രിച്ചോഫ്സിന്റെ ഫസ്റ്റ് ലോ. ക്രിച്ചോഫ്സിന്റെ ഫസ്റ്റ് ലോ എന്താണ്? ടോട്ടൽ കറണ്ട് മീറ്റിംഗ് അറ്റ് എനി ജംഗ്ഷൻ ഈസ് ഈക്വൽ ടു 0. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു ജംഗ്ഷനിലോട്ട് വരുന്ന കറണ്ട്, ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരു ജംഗ്ഷനിലോട്ട് വരുന്ന കറണ്ട് പോസിറ്റീവും ഒരു ജംഗ്ഷനിലോട്ട് എൻറ്റർ ചെയ്യുന്ന കറണ്ട് പോസിറ്റീവ്, ജംഗ്ഷനിൽ നിന്ന് ലീവ് ചെയ്യുന്ന കറണ്ട് നെഗറ്റീവ് ആണ്. ഒരു ജംഗ്ഷനിലോട്ട് എൻറ്റർ ചെയ്യുന്ന കറണ്ട് പോസിറ്റീവും ജംഗ്ഷനിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന കറണ്ട് നെഗറ്റീവുമായിട്ട് സങ്കല്പിക്കുന്നു. അപ്പൊ ഞാനിവിടെ ഒരു സർക്യൂട്ട് വരയ്ക്കാൻ പോവുകയാണ്. ഇഷ്ടമുള്ള രീതിയിൽ വരയ്ക്കാം. എങ്ങനെ വരച്ചു? I1 ജംഗ്ഷനിലോട്ട്, I2 ജംഗ്ഷനിലോട്ട്, I3 ജംഗ്ഷനിലോട്ട്, I4 ജംഗ്ഷനിലോട്ട്, I5 ജംഗ്ഷനിൽ നിന്ന് പുറത്തേക്ക്, I6 ജംഗ്ഷനിൽ നിന്ന് പുറത്തേക്ക്, I7 ജംഗ്ഷനിൽ നിന്ന് പുറത്തേക്ക്, I8 ജംഗ്ഷനിൽ നിന്ന് പുറത്തേക്ക്. അപ്പൊ ശ്രദ്ധിക്കുക, ഒരു കറണ്ട് ജംഗ്ഷനിലോട്ട് വരികയാണെങ്കിൽ പോസിറ്റീവും ജംഗ്ഷനിൽ നിന്ന് പോവുകയാണെങ്കിൽ നെഗറ്റീവുമാണ്. I1 എന്ന് പറയുന്ന കറണ്ട് ജംഗ്ഷനിലോട്ട് വരുന്നു, I1. I2 ജംഗ്ഷനിലോട്ട് വരുന്നു, പ്ലസ് I2. I3 ജംഗ്ഷനിലോട്ട് വരുന്നു, സോ പ്ലസ് I3. I4 ജംഗ്ഷനിലോട്ട് വരുന്നു, പ്ലസ് I4. പക്ഷേ I5 ജംഗ്ഷനിൽ നിന്ന് പുറത്തേക്കാണ്, അപ്പൊ മൈനസ് I5. I6 ജംഗ്ഷനിൽ നിന്ന് പുറത്തേക്കാണ്, മൈനസ് I6. I7 ജംഗ്ഷനിൽ നിന്ന് പുറത്തേക്കാണ്, മൈനസ് I7. I8 ജംഗ്ഷനിൽ നിന്ന് പുറത്തേക്കാണ്, മൈനസ് I8 ഈസ് ഈക്വൽ ടു 0. ഇനി പ്ലസിനെ എല്ലാം ഇവിടെ ഇട്ടിട്ട് മൈനസിന്റെ ഇക്വേഷൻ അപ്പുറത്തുണ്ടാവും. I1 പ്ലസ് I2 പ്ലസ് I3 പ്ലസ് I4 ഈസ് ഈക്വൽ ടു I5 പ്ലസ് I6 പ്ലസ് I7 പ്ലസ് I8. അതായത് കറണ്ട് എൻറ്ററിംഗ് ദ ജംഗ്ഷൻ ഈസ് ഈക്വൽ ടു current leaving from the junction. Current entering the junction is equal to current leaving from the junction. അപ്പോൾ ക്രിച്ചോഫ്സിന്റെ ഫസ്റ്റ് ലോ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയും പറയാം. എങ്ങനെ പറയാം? current entering the junction is equal to current leaving from the junction. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്രിച്ചോഫ്സിന്റെ സെക്കൻഡ് ലോ ആണ്. അപ്പൊ ക്രിച്ചോഫ്സിന്റെ സെക്കൻഡ് ലോ വിളിക്കുന്ന പേര് മെഷ് റൂൾ അല്ലെങ്കിൽ വോൾട്ടേജ് ലോ. മെഷ് റൂൾ അല്ലെങ്കിൽ വോൾട്ടേജ്. ഒരു ക്ലോസ്ഡ് മെഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോംപ്ലിക്കേറ്റഡ് സർക്യൂട്ട്, 1, 2, 3, 4, 5, 6 റെസിസ്റ്റേഴ്സ് ഒക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ബ്രാഞ്ചഡ് ആയിട്ടുള്ള സർക്യൂട്ടുകളെ വിളിക്കുന്ന പേരാണ് മെഷ് റൂൾ. ബ്രാഞ്ചഡ് ആയിട്ടുള്ള റെസിസ്റ്റേഴ്സ് ഒരുപാടുള്ള സർക്യൂട്ടുകളെ വിളിക്കുന്ന പേരാണ് മെഷ്. ഒരു ക്ലോസ്ഡ് സർക്യൂട്ടിലെ കറണ്ടിന്റെയും റെസിസ്റ്റൻസിന്റെയും പ്രോഡക്റ്റിന്റെ സം എന്ന് പറയുന്നത് ആ സർക്യൂട്ടിലെ ടോട്ടൽ ഇഎംഎഫിന് തുല്യമായിരിക്കും. മെഷ് റൂൾ അല്ലെങ്കിൽ വോൾട്ടേജ് ലോ പറയുന്നതാണ് algebraic sum of the product of current and resistance. ഒരു ക്ലോസ്ഡ് സർക്യൂട്ടിലെ
കറണ്ടിന്റെയും റെസിസ്റ്റൻസിന്റെയും പ്രോഡക്റ്റിന്റെ സം എന്ന് പറയുന്നത് ആ സർക്യൂട്ടിലുള്ള നമ്മൾ പറയുന്ന സർക്യൂട്ടിലുള്ള ടോട്ടൽ EMF-ന് തുല്യമായിരിക്കും. The algebraic sum of the product of current and resistance is equal to total EMF enclosed in that circuit. ആ സർക്യൂട്ടില് എൻക്ലോസ് ചെയ്തിരിക്കുന്ന EMF-ന് തുല്യമായിരിക്കും. ഞാൻ ഒരു ക്ലോസ്ഡ് സർക്യൂട്ട് വരയ്ക്കാം. ഒരു ചെറിയ സർക്യൂട്ടാണ് ഇവിടെ വരച്ചിരിക്കുന്നത് തൽക്കാലത്തേക്ക്. I എന്ന് പറയുന്ന കറണ്ട് പോകുന്നു. I എന്ന് പറയുന്ന കറണ്ട് ഇവിടെ എത്തും. ഇവിടെ എത്തുമ്പോൾ രണ്ടായിട്ട് പോകും അല്ലെ. ഇതിലൂടെ പോകുന്ന കറണ്ടിനെ I1 എന്നും ഇങ്ങോട്ട് പോകുന്ന കറണ്ടിനെ I2 എന്നും വിളിക്കും. ഇവിടെ ഘടിപ്പിച്ചിരിക്കുന്ന റെസിസ്റ്റൻസിനെ R1 എന്നും ഇവിടെ ഘടിപ്പിച്ചിരിക്കുന്ന റെസിസ്റ്റൻസിനെ R2 എന്നും ഇവിടെ ഘടിപ്പിച്ചിരിക്കുന്ന റെസിസ്റ്റൻസിനെ R3 എന്നും വിളിക്കും. ഈ I2 കറണ്ട് ഇവിടെ എത്തും. ഇതിലെ കൂടെ പാസ് ചെയ്യും. I2 കറണ്ട് ഇതിലെ കൂടെ പാസ് ചെയ്ത് ഇവിടെ വരും അല്ലെ. ഇവിടെ വരുന്ന കറണ്ടും I2 ആണ്. ഈ വരുന്ന I1 കൂടി ചേർന്ന് വീണ്ടും ഏത് കറണ്ടായിട്ട് മാറും? I കറണ്ടായിട്ട് മാറും. ഉദാഹരണത്തിന് നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാൻ എടുക്കുന്ന സർക്യൂട്ട് ഇതാണ്. B C D E B ഒരു ക്ലോസ്ഡ് സർക്യൂട്ട് ആണ് ഞാൻ എടുത്തേക്കുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞതും അങ്ങനെയാണ്. In a closed circuit, algebraic sum of the current and resistance is equal to total EMF എന്നാണ്. ആദ്യം ഞാൻ പോകുന്നത് ബിയിൽ നിന്ന് സിയിലോട്ടാണ്. ബിയിൽ നിന്ന് സിയിലോട്ട്. ബിയിൽ നിന്ന് സിയിലോട്ട് പോകുമ്പോൾ കറണ്ട് ഉണ്ടോ? ഉണ്ട്, I2. റെസിസ്റ്റൻസ് ഉണ്ടോ? R2. കറണ്ടിന്റെയും റെസിസ്റ്റൻസിന്റെയും പ്രോഡക്റ്റ് അപ്പൊ I2 R2. ഇനി സിയിൽ നിന്ന് ഡിയിലോട്ട് പോകണം. സിയിൽ നിന്ന് ഡിയിലോട്ട് പോകുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ പറയുന്ന ഡയറക്ഷനിലാണോ കറണ്ട് വരുന്നത്? നമ്മൾ പോകുന്നത് സിയിൽ നിന്ന് ഡിയിലോട്ടാണ്. കറണ്ട് പോകുന്നതും സിയിൽ നിന്ന് ഡിയിലോട്ടാണ്. സോ ഇവിടെ പ്ലസ് കൊടുക്കണം. പ്ലസ് കറണ്ടിന്റെയും റെസിസ്റ്റൻസിന്റെയും പ്രോഡക്റ്റിന്റെ സം I2 R3. ഇനി പോകാനുള്ളത് ഡിയിൽ നിന്ന് ഇയിലോട്ടാണ്. ഡിയിൽ നിന്ന് ഇയിലോട്ട് വരുമ്പോൾ റെസിസ്റ്റൻസ് ഇല്ല. അപ്പൊ അവിടെ ആ സർക്യൂട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, എടുക്കേണ്ട കാര്യമില്ല. അടുത്തത് ഇയിൽ നിന്ന് ബിയിലോട്ട്. ഇയിൽ നിന്ന് ബിയിലോട്ട് പോകുമ്പോൾ റെസിസ്റ്റൻസും ഉണ്ട് കറണ്ടും ഉണ്ട്. പക്ഷേ നമ്മൾ പറയുന്ന ഡയറക്ഷനിലല്ല കറണ്ട് വരുന്നത്. നമ്മൾ പറയുന്നത് ഇയിൽ നിന്ന് ബിയിലോട്ടാണ്, പക്ഷെ കറണ്ട് വരുന്നത് ബിയിൽ നിന്ന് ഇയിലോട്ടാണ്. സോ എന്ത് കൊടുക്കണം? മൈനസ് I1 R1 ഈസ് ഈക്വൽ ടു, ഞാൻ പറഞ്ഞു വന്ന ഈ ക്ലോസ്ഡ് സർക്യൂട്ടിൽ എവിടെയെങ്കിലും EMF ഉണ്ടാ? ഇല്ല. അപ്പൊ ഈക്വൽ ടു 0. അതായത് I2 R2 പ്ലസ് I3 R3 മൈനസ് I1 R1 ഈസ് ഈക്വൽ ടു 0. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കിർച്ചോഫ്സിന്റെ സെക്കൻഡ് ലോ ഉപയോഗിച്ച് സർക്യൂട്ട് സോൾവ് ചെയ്യുന്നു. പറഞ്ഞത് മനസ്സിലായല്ലോ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ കൊണ്ട് നമ്മൾ നിർത്തുകയാണ്. വീണ്ടും അടുത്തൊരു പുതിയ ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ആഴ്ച കാണാം.